18th സെഞ്ചുറിയിൽ അവരെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. 19th സെഞ്ചുറിയിൽ ജോർജ് സെയിൻസ്ബറി ആണ് മെറ്റഫിസിക്കൽ പോയട്രീനെ കുറിച്ച് പറഞ്ഞത് എന്താണ് എന്നൊന്നും നമ്മൾ പൊതുവെ ഓൾ ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്ന് ഒരു കോട്ട് കേൾക്കാറുണ്ട് അല്ലേ. വെൽക്കം ടു എൻട്രി ആപ്പ്. എൻ്റെ പേര് മീര. ഇന്ന് നമ്മൾ UGC-NET ഇംഗ്ലീഷിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെത്തേഡിലൂടെ, ഒരു ചെയിൻ മെത്തേഡിലൂടെ പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സെറ്റാണ് എന്നാണ് വിശ്വാസം. നമുക്ക് എന്തായാലും ഇന്നത്തെ സെഷനിലോട്ട് പോവാം. ആദ്യം നമ്മൾ റോബർട്ട് ഗ്രീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റോബർട്ട് ഗ്രീൻ ഒരു യൂണിവേഴ്സിറ്റി വിറ്റാണ് അല്ലേ. അതായത് ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ 16th സെഞ്ചുറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഡ്രമാറ്റിസ്റ്റ് ആൻഡ് പാംഫ്ലെറ്റിയേഴ്സ് അറിയപ്പെട്ടിരുന്നത് യൂണിവേഴ്സിറ്റി വിറ്റ് എന്നായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി വിറ്റ് എന്ന ആ ഒരു 16th സെഞ്ചുറിയിൽ അവരെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. 19th സെഞ്ചുറിയിൽ ജോർജ് സെയിൻസ്ബറി ആണ് ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി വിറ്റ് എന്ന ടേം കോയിൻ ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റി വിറ്റ് എന്ന ടേം കോയിൻ ചെയ്യുന്നത് എന്നോർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ റോബർട്ട് ഗ്രീൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി വിറ്റ് ആണ്. ഈ റോബർട്ട് ഗ്രീനിനെ കുറിച്ച് ഓർക്കുമ്പോൾ വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു സ്കെയ്തിങ് കമൻ്റ് ആണ് നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ എന്താണ് റോബർട്ട് ഗ്രീൻ വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് പറഞ്ഞത്? an upstart crow beautified with our feathers, an upstart crow beautified with our feathers എന്നാണ് അദ്ദേഹം റോബർട്ട് ഗ്രീൻ വില്യം ഷേക്സ്പിയറിനെ വിശേഷിപ്പിച്ചത്. an upstart crow beautified with our feathers. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. ഏത് വർക്കിലാണ് ഈ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കാം. നോട്ട് ചെയ്ത് വെക്കൂ. ഗ്രോഡ്സ് വർത്ത് ഓഫ് വിറ്റ് എന്ന റോബർട്ട് ഗ്രീനിൻ്റെ 1592 വർക്കാണ്. 1592 പബ്ലിഷ് ചെയ്ത വർക്കിലാണ് ഈ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത് എന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ റോബർട്ട് ഗ്രീൻ ഒരു യൂണിവേഴ്സിറ്റി വിറ്റ് ആണെന്ന് പറഞ്ഞു. അദ്ദേഹവും വില്യം ഷേക്സ്പിയറിനെയും ബേസ് ചെയ്തിട്ടുള്ളൊരു ഫാക്റ്റ് നമ്മൾ പഠിച്ചു. ഇനി മറ്റൊരു യൂണിവേഴ്സിറ്റി വിറ്റിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതാണ് ജോൺ ലില്ലി. അപ്പോൾ ഈ ജോൺ ലില്ലി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോസ് സ്റ്റൈൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രോസ് സ്റ്റൈൽ. ആ പ്രോസ് സ്റ്റൈലിൻ്റെ പേരാണ് യൂഫിസം എന്ന പ്രോസ് സ്റ്റൈൽ ജോൺ ലില്ലിയുടെയാണ് യൂഫിസം ആരുമായിട്ട് കണക്റ്റഡ് ആണ്? ജോൺ ലില്ലിയുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ജോൺ ലില്ലിയുമായിട്ട് കണക്ട് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് ദി അനാട്ടമി ഓഫ് വിറ്റ്. അപ്പോൾ നമ്മൾ യൂഫിസം ഓൾറെഡി കണ്ടു. യൂഫിസം ആരുമായിട്ട് കണക്റ്റഡ് ആണ്? ജോൺ ലില്ലിയുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ അനാട്ടമി ഓഫ് വിറ്റിലാണ് നമ്മൾ പൊതുവെ ഓൾ ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്ന് ഒരു കോട്ട് കേൾക്കാറുണ്ട് അല്ലേ. ഈ ഒരു കോട്ട് ഏത് വർക്കിലെയാണ്? അനാട്ടമി ഓഫ് വിറ്റ് എന്ന ജോൺ ലില്ലി എന്ന റൈറ്ററിൻ്റെ വർക്കിൽ നിന്നും എടുത്തിട്ടുള്ളൊരു ഒരു കോട്ടാണ് ഓൾ ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ അനാട്ടമീനെ ബേസ് ചെയ്ത് കുറച്ച് വർക്ക്സ് നമുക്ക് പഠിച്ചെടുത്താലോ? അനാട്ടമി ഓഫ് ക്രിറ്റിസിസം നോർത്രോപ്പ് ഫ്രൈ ഒരു ക്രിറ്റിക്കാണ് അല്ലേ. നോർത്രോപ്പ് ഫ്രൈയുടെ വർക്കാണ് അനാട്ടമി ഓഫ് ക്രിറ്റിസിസം. അതുപോലെ തന്നെ അനാട്ടമി ഓഫ് മെലങ്കലി ആരുടെയാണ്? റോബർട്ട് ബർട്ടൺ. അനാട്ടമി ഓഫ് ദി വേൾഡ് ജോൺ ഡണ്ണിൻ്റെയാണ് അനാട്ടമി ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ 4 വർക്ക്സ് പഠിച്ചു. അനാട്ടമി ഓഫ് വിറ്റ് ജോൺ ലില്ലി, Anatomy of criticism Northrop Frye, Anatomy of melancholy Robert Burton, Anatomy of the world John Donne. ഇനി ജോൺ ഡൺ അനാട്ടമി ഓഫ് ദി വേൾഡ് എന്നൊരു വർക്ക് നമ്മൾ കണ്ടു. അത് കണക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അതായത് നമുക്കറിയാം അദ്ദേഹം മെറ്റാഫിസിക്കൽ കൺസീറ്റ്സിൻ്റെ യൂസേജ് അതിൻ്റെ ഒരു മാസ്റ്റർ എന്ന് തന്നെ നമ്മൾക്ക് ആരെ വിശേഷിപ്പിക്കാം? ജോൺ ഡണ്ണിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന വർക്കിൽ അദ്ദേഹം ലവേഴ്സിനെ കോമ്പസുമായിട്ട് കമ്പയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മളുടെ ഡോക്ടർ സാമുവൽ ജോൺസൺ അദ്ദേഹമാണ് മെറ്റഫിസിക്കൽ എന്ന വാക്ക് കോയിൻ ചെയ്തത്. നമ്മളുടെ
സാമുവൽ ജോൺസൺ ആണ്. ഈ സാമുവൽ ജോൺസൺ ഈ മെറ്റഫിസിക്കൽ പോയട്രീനെ കുറിച്ച് പറഞ്ഞത് എന്താണ് എന്നൊന്ന് പഠിച്ചു വെച്ചോളുക. ദി മോസ്റ്റ് ഹെട്രോജീനസ് ഐഡിയാസ് are yoked together by violence എന്നാണ് സാമുവൽ ജോൺസൺ പറയുന്നത്. എന്തിനെക്കുറിച്ചാണ്? മെറ്റഫിസിക്കൽ പോയട്രീനെ കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ദി മോസ്റ്റ് ഹെട്രോജീനിയസ് ഐഡിയാസ് ആർ യോക്ഡ് ടുഗെദർ ബൈ വയലൻസ്. സാമുവൽ ജോൺസൺ. ഓർത്തിരിക്കുക, മെറ്റഫിസിക്കൽ പോയട്രീനെ ബേസ് ചെയ്ത് സാമുവൽ ജോൺസന്റെ കമൻ്റ് ആണിത്. ഇനി മറ്റൊരു മെറ്റഫിസിക്കൽ പോയിറ്റിലോട്ട് പോകാം. ആൻഡ്രൂ മാർവെൽ എന്ന് പറയുമ്പോൾ തന്നെ ടു ഹിസ് കോയ് മിസ്ട്രസ് ഒക്കെ എല്ലാവരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാവും. ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന വർക്കൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ആൻഡ്രൂ മാർവെലിൻ്റെ ദി ഡെഫിനിഷൻ ഓഫ് ലവ് എന്ന വർക്കിൽ അദ്ദേഹം ലവിനെ പാരലൽ ലൈൻസുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ മെറ്റഫിസിക്കൽ പോയട്രീനെ കുറിച്ച് പറഞ്ഞു. 2-3 മെറ്റഫിസിക്കൽ പോയറ്റ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തതായിട്ട് മെറ്റഫിസിക്കൽ പോയറ്റ്സ് എന്ന എസ്സേ എഴുതിയത് ആര് എന്ന് ചോദിക്കാം. മറ്റാരുമല്ല, നമ്മളുടെ TS എലിയറ്റ് ആണ്. ദി മെറ്റഫിസിക്കൽ പോയറ്റ്സ് എന്ന എസ്സേ എഴുതിയത് ആരാണ്? TS എലിയറ്റ് ആണ്. ദി മെറ്റഫിസിക്കൽ പോയറ്റ്സ് TS എലിയറ്റിൻ്റെ എസ്സേ ആണ്. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റിലോട്ട് ഒന്നുകൂടി തിരിച്ചു വരികയാണ്. തോമസ് ലോഡ്ജിലോട്ട് എത്തുന്നതിന് മുൻപേ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾക്ക് സ്റ്റീഫൻ ഗോസൺ എന്നൊരു ഇംഗ്ലീഷ് സെറ്റയറിസ്റ്റിനെ പരിചയപ്പെടാം. സ്റ്റീഫൻ ഗോസൺ എന്ന ഇംഗ്ലീഷ് സെറ്റയറിസ്റ്റ് അദ്ദേഹം ഒരു വർക്ക് പബ്ലിഷ് ചെയ്തു, ദ സ്കൂൾ ഓഫ് അബ്യൂസ്. അതിൻ്റെ പേര് പോലെ തന്നെ ഈ ഒരു വർക്കിൽ അദ്ദേഹം പോയിറ്റ്സിനെ അറ്റാക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. ദ സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന വർക്കിൽ നമ്മളുടെ സ്റ്റീഫൻ ഗോസൺ പോയിറ്റ്സിനെ അറ്റാക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർക്കിൻ്റെ ഇയർ പഠിച്ചു വയ്ക്കുക. 1579 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. 1579 ദ സ്കൂൾ ഓഫ് അബ്യൂസ്. ഇനി ഈ ഒരു വർക്കിൽ പോയിറ്റ്സിനെ അറ്റാക്ക് ചെയ്തതും പോരാ, അദ്ദേഹം എന്ത് ചെയ്തു? ഈ വർക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. നമ്മളുടെ ഫിലിപ്പ് സിഡ്നിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ വർക്ക് ഡെഡിക്കേറ്റ് ചെയ്തത്. ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു? ഫിലിപ്പ് സിഡ്നിക്ക് വേണ്ടി ഈ ഒരു വർക്ക് ഡെഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ തോമസ് ലോഡ്ജ് സ്റ്റീഫൻ ഗോസണുമായിട്ടുള്ള ബന്ധം ഞാൻ പറയാം. അതിനു മുൻപ് ഈ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മളുടെ ഫിലിപ്പ് സിഡ്നിക്ക് വേണ്ടിയിട്ട് പോയിറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന സ്കൂൾ ഓഫ് അബ്യൂസ് ഡെഡിക്കേറ്റ് ചെയ്തു സ്റ്റീഫൻ ഗോസൺ. ഫിലിപ്പ് സിഡ്നി വെറുതെ ഇരുന്നില്ല, അതിനൊരു പാർഷ്യൽ റിപ്ലൈ കേട്ടോ, ഒരു പാർഷ്യൽ റിപ്ലൈ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പാർഷ്യൽ റിപ്ലൈ ആയിട്ട് ആൻ അപ്പോളജി ഫോർ പോയട്രി എന്ന വർക്ക് 1595 അദ്ദേഹം പബ്ലിഷ് ചെയ്തു. അപ്പോളജി ഫോർ പോയട്രി. ഈ ഒരു വർക്ക് ദി ഡിഫെൻസ് ഓഫ് പോയട്രി എന്നുകൂടി അറിയപ്പെട്ടു. ആൻ അപ്പോളജി ഫോർ പോയട്രി, ദ ഡിഫെൻസ് ഓഫ് പോയട്രി. ഓക്കെ, അപ്പോൾ ഇതൊരു മറുപടി, പാർഷ്യൽ റിപ്ലൈ ആണ് എന്നോർക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ തോമസ് ലോഡ്ജും സ്റ്റീഫൻ ഗോസൺ ഒരു മറുപടി കൊടുത്തിരുന്നു. തോമസ് ലോഡ്ജും സ്റ്റീഫൻ ഗോസണിന് ഒരു മറുപടി കൊടുത്തു. അതെന്തായിരുന്നു? എ ഡിഫെൻസ് ഓഫ് പോയട്രി മ്യൂസിക് ആൻഡ് സ്റ്റേജ് പ്ലേസ്. ഓക്കെ, അത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്, സിമിലർ ആണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. എ ഡിഫെൻസ് ഓഫ് പോയട്രി മ്യൂസിക് ആൻഡ് സ്റ്റേജ് പ്ലേ, തോമസ് ലോഡ്ജ്. ആർക്ക് കൊടുക്കുന്ന മറുപടിയാണ്? സ്റ്റീഫൻ ഗോസൻ്റെ സ്കൂൾ ഓഫ് അബ്യൂസിൽ 1579 പബ്ലിഷ് ചെയ്ത സ്കൂൾ ഓഫ് അബ്യൂസിന് കൊടുക്കുന്ന മറുപടിയാണ്. റിപ്ലൈ ടു സ്റ്റീഫൻ ഗോസൺ. അപ്പോൾ ഇവിടെ ദ ഡിഫെൻസ് ഓഫ് പോയട്രി കണ്ടു, എ ഡിഫെൻസ് ഓഫ് പോയട്രി മ്യൂസിക് ആൻഡ് സ്റ്റേജ് പ്ലേസ് കണ്ടു. ഇനി PB ഷെല്ലിയുടെ ഒരു വർക്ക് ഉണ്ട്, സിമിലർ ആയിട്ട് വരുന്നൊരു വർക്ക്, എ ഡിഫെൻസ് ഓഫ് പോയട്രി.
പി ബി ഷെല്ലിയുടെ എസ്സേ ആണ് എന്നുകൂടി ചേർത്ത് പഠിച്ചു വെച്ചോളുക. എ ഡിഫെൻസ് ഓഫ് പോയട്രി പി ബി ഷെല്ലിയുടെ എസ്സേ ആണ്. ദ ഡിഫെൻസ് ഓഫ് പോയട്രി ഫിലിപ്പ് സിഡ്നിയുടെയാണ്. എ ഡിഫെൻസ് ഓഫ് പോയട്രി മ്യൂസിക് ആൻഡ് സ്റ്റേജ് പ്ലേ തോമസ് ലോഡ്ജിൻ്റെയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റിനെയും യൂണിവേഴ്സിറ്റി വിറ്റ്സിനെയൊക്കെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.